മാധ്യമ പ്രവർത്തകരുടെ ഉള്ളിലെ സംഗീസം ഒന്ന് കാട്ടിത്തരാം. ഇന്നിപ്പോ ഡൽഹിയിൽ പാറ്റ വിപ്ലവം അരങ്ങേറുകയാണല്ലോ. പാറ്റ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ അങ്ങ് US-ൽ നിന്ന് അഭിജിത് ദിപ്കെ എന്ന അതിന് സോഷ്യൽ മീഡിയയിലൂടെ നേതൃത്വം കൊടുത്ത വ്യക്തി തലസ്ഥാനത്ത് വിമാനമിറങ്ങി അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ദിവസത്തെ അനുമതി മേടിച്ച് ഡൽഹി ജന്തർ മന്ദിറിൽ സമരം തുടരുകയാണ്. ഈ സമരം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടി വരെ മാതൃഭൂമിയിലെ ഡൽഹിയിലെ സീനിയർ ആയിട്ടുള്ള മാപ്ര, പിന്നെ മാതൃഭൂമി ശ്രദ്ധിക്കണം, ഉള്ളിൽ ആരോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ജന്മഭൂമി വഴി മാതൃഭൂമിയിൽ എത്തൂ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടും. അങ്ങനെ സമരം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് പതിവ് പോലെ സമരം പൊളിഞ്ഞു എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ മാതൃഭൂമിയിലെ മാപ്ര. കാര്യം പൊളിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ സമയമാകുന്നതേ ഉള്ളൂ. ആ സമയമാകുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ അതിലൊരു പരിഹാസം കൊടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ദില്ലിയിൽ എത്രത്തോളം ആൾക്കാർ വന്നിട്ടുണ്ട് എന്നത് അറിയാൻ കൂടി പൊതുജനത്തിനൊരു കൗതുകം ഉണ്ടാവും. ഇവരിൽ എത്ര പേരാണ് ദില്ലിയിലേക്ക് എത്തിയിട്ടുള്ളത്? ദില്ലി നഗരം നിറഞ്ഞു കവിയുന്ന വിധത്തിൽ ജനങ്ങളുണ്ടോ? മോത്തി പറഞ്ഞതുപോലെ തന്നെ 22 മില്യൺ പേർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിജിത് ദിക്കയും അതുപോലെ തന്നെ കോക്രോച്ച് പാർട്ടിയൊക്കെ പിന്തുണയ്ക്കുന്നുവെങ്കിലും ഈ സമരം നടക്കാൻ വേണ്ടി പോകുന്ന, അതായത് ഇന്ന് രാവിലെ 9 മണിക്ക് സമരം നടക്കുമെന്ന് അറിയിച്ച ജന്തർ മന്ദിറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജന്തർ മന്ദിറിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസമൊക്കെ ഉണ്ട്. നിരവധി പോലീസുകാരുടെ വലയത്തിലാണ് ഇപ്പോൾ ജന്തർ മന്ദിർ ഉള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അഭിജിത് ദിക്കയുടെ അനുയായികൾ ആരും തന്നെ ഇവിടെ എത്തപ്പെട്ടിട്ടില്ല എന്നതാണ്. ഈ ദൂരെ ആ കാണുന്ന പ്രദേശത്ത്, അങ്ങ് അകലെ കാണുന്ന പ്രദേശത്താണ് ഈ അഭിജിത് ദിക്കയുടെ ഈ സംഘം ഈ സമരം നടത്തുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ അവിടേക്ക് ആൾക്കാരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, നാമമാത്രമായ ആൾക്കാർ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ചിലപ്പോൾ അഭിജിത്ത് ഇവിടെ എത്തുന്ന സമയത്തൊക്കെ ഇവിടെ എത്തുന്ന പ്രവർത്തകരുടെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ എണ്ണത്തിലൊക്കെ വർധനവ് ഉണ്ടായേക്കാം. പക്ഷെ നിലവിൽ വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ്. ഇനി ഇതേ വ്യക്തി പാറ്റ വിപ്ലവ സമരം ജന്തർ മന്ദിറിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതിന് വിപരീതമായി സമയമായപ്പോൾ കാര്യങ്ങളെല്ലാം മുറ പോലെ നടന്നു. അപ്പോ പരിഹസിച്ച അതേ വ്യക്തി തന്നെ റിപ്പോർട്ട് ചെയ്ത് നോക്കിയാണ്. അതായത് നിവർത്തിയില്ലാത്തതോ അല്ലെങ്കിൽ പരിഹസിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞത് വിഴുങ്ങിയിട്ട് ഇപ്പോ എന്ത് പറയുന്നു നോക്കി. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലു, അഭിജിത് ദിപ്കെ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി. ഏത് നിലയിലാണ് പ്രതിഷേധവും പ്രതികരണങ്ങളും? നിലവിൽ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 1000-ലധികം പേരാണ് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രതിഷേധ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹി പോലീസ് ഒരു ദിവസത്തെ പ്രതിഷേധത്തിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇത് ഒറ്റത്തവണ പ്രതിഷേധത്തിനുള്ള അനുമതി എന്ന കാര്യമാണ് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മണിവരെ ഈ പ്രതിഷേധം നീണ്ടു നിൽക്കുമെന്നാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നൂറുകണക്കിന് പേരാണ് ഈ ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേട്ടല്ലോ, പൊളിയുന്നെങ്കിൽ പൊളിയിട്ടെ, അറസ്റ്റ് വരിക്കും, അനുമതി കൊടുക്കില്ല തുടങ്ങി പല കാര്യങ്ങൾ പറഞ്ഞു. മുറ പോലെ കാര്യങ്ങൾ നടന്നു. അപ്പോ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങുക. ഒരു സംഭവം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അതിനെ പരമാവധി ഈ സംഘി മനസ്സുകൾ കാണാനിരിക്കുന്നുണ്ടല്ലോ, അവർക്കൊരു സന്തോഷം കൊടുക്കണമല്ലോ. അതാണല്ലോ റിപ്പോർട്ടിംഗ്. ഈ സമരം പൊളിഞ്ഞു, ആളില്ല, പരിതാപകരമാണ്, സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഇത് കാണാനിരിക്കുന്ന സംഘികളുടെ ഉള്ളിലേക്ക് സന്തോഷം വിതറിയതിനു ശേഷം പിന്നീട് യാഥാർത്ഥ്യം, റിയാലിറ്റി സംഭവിക്കുമ്പോൾ അത് മാറ്റിപ്പറയാനുള്ള ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അതാണ് നിങ്ങൾ കാണേണ്ടത്. ഏതൊരു സംഭവത്തെയും തുടക്കത്തിലെ പൊളിക്കുക, അതിന്റെ വരവിനെ ജനം ആകാംക്ഷാപൂർവ്വം നോക്കുമ്പോൾ നിരാശയുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിച്ച ഭടന്മാർ ചെയ്യുന്ന കാര്യം. പിന്നീട് കാര്യങ്ങൾ റിയാലിറ്റിയിൽ വരുമ്പോൾ തുടക്കത്തിലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് മറ്റവർക്ക് പ്രചരിപ്പിക്കാമല്ലോ ഇത് പൊളിഞ്ഞു എന്നുള്ളത്. ആ ഒരു തന്ത്രം എങ്ങനെയാണ് നടപ്പാക്കുന്നു എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തലാനാണ്. പലയിടങ്ങളിലും സംഘികൾ ഇപ്പോൾ എന്ത് പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും? ആ പ്രതിഷേധ സമരത്തിന് ആളില്ലായിരുന്നു, എവിടെ നിന്ന് കിട്ടി? അത് നമ്മൾ ആദ്യമേ അവർക്ക് വേണ്ടി അങ്ങ് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തതിന് ശേഷം അത് നാട് നീളെ പ്രചരിപ്പിക്കാനുള്ള അവസരം കൊടുക്കും. ഇതാണ് ഈ നാട്ടിലെ മാപ്ര പ്രവർത്തനമെന്ന് നാട്ടുകാർ ഒന്ന് മനസ്സിലാക്കാനാണ് ഇത്ര മാത്രമായിട്ട് കാട്ടിത്തന്നത്. ഒരേ വ്യക്തിയുടെ 2 സ്റ്റൈൽ.